ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 55x5 അഥവാ 555 ടെക്നിക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിയാവാം, റിലേഷൻഷിപ്പ് ആവാം, പണമാവാം, ഹെൽത്ത് ആവാം, അങ്ങനെ എന്തുമാവാം. അത് നേടിയെടുക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് 55x5 ടെക്നിക്ക്. പിന്നെ ഇത് ഒരു ഏഞ്ചൽ നമ്പറാണ്, അതായത് 555 എന്ന് പറയുന്നത്. 555 എന്നത് 5 3 പ്രാവശ്യം വരുന്നതാണ്. 5 എന്ന് പറയുന്നത് ചേഞ്ചിന്റെ നമ്പറാണ്. വളരെ സ്ട്രോങ് വൈബ്രേഷൻ ആണ് ഇതിനുള്ളത്. അതായത് ലൈഫ് ചേഞ്ചസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു വൈബ്രേഷനാണ് 5-നുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഉറച്ച വിശ്വാസം വേണം. ഒട്ടും സംശയിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത്, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നിങ്ങൾ നേടിയെടുക്കാനുള്ളത് ആ ഒരു കാര്യം വ്യക്തമായിരിക്കണം. ഇനി 55x5 ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു നോട്ട്ബുക്കും ഒരു പേനയുമാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഷോർട്ടാക്കി എഴുതുക. എഴുതുമ്പോൾ വെട്ടലുകളോ തിരുത്തലുകളോ ഒന്നും പാടില്ല. ഇനി നിങ്ങൾക്ക് എന്താണോ നേടുവാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതാൻ. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ വേണം എഴുതാനായിട്ട്. ഇനി നിങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് അനുഭവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എഴുതുക. ഇനി ഇത് എഴുതേണ്ടത് ഒരു ദിവസം 55 പ്രാവശ്യം എഴുതുക. അങ്ങനെ 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഈ 55 പ്രാവശ്യം ശ്രദ്ധയോടുകൂടി പറഞ്ഞുകൊണ്ട് എഴുതുക. ഇനി ഈ 5 ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് അതിരാവിലെ 4:30 മുതൽ 5 മണി വരെയുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സമയത്താണ് ഈ ടെക്നിക്കും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്കാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതെങ്കിൽ 5 ദിവസവും അതേ സമയത്ത് തന്നെ ചെയ്യുക. നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് വേണം ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ 4:30 മുതൽ 5 മണി വരെയുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് പതിയും. ആ കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ അത് ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിശ്വസിക്കും. അത് കഴിയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ 5 ദിവസവും കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ദിവസം ഇത് മുടങ്ങിയാൽ ആദ്യം തൊട്ട് തന്നെ ചെയ്യുക. ഇനി ഈ 5 ദിവസവും എഴുതിയ പേപ്പർ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയുക. എന്നിട്ട് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ഈ ഒരു ആഗ്രഹത്തെ. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. 100% റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ടെക്നിക്ക് ചെയ്തു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.